ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 ബ്രെഡ് ഉണ്ട്. 5 ബ്രെഡ് ഉണ്ട്. പിന്നെ നമ്മൾ 3 മുട്ട, വലിയ ഉള്ളി കലക്കി വെച്ചതാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓംലെറ്റിന് ഉണ്ടാക്കൂലേ, അതേപോലെ കലക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അധികം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ ബട്ടർ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബട്ടർ ഒന്ന് അലിയണ വരെ ബട്ടറിൽ കടന്നൊന്ന് ഇളകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഓരോ ബ്രെഡ് നടുകെ കീറണം. നടുകെ കീറിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് സൈഡിൽ കൂടി വെച്ച് കൊടുക്കാം. ബ്രെഡൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ചിരിക്കാനുണ്ട്, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ആ ബ്രെഡ് ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെച്ചതൊന്നും ശരിയായിട്ടില്ല, ഇന്നെ കൊണ്ട് വയ്ക്കണ പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെക്കണമൊന്നും ശരിയായിട്ടില്ല. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കൽ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ബട്ടർ ഇട്ടതുകൊണ്ട് ടേസ്റ്റ് നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടി നമ്മൾ ആ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയില്ലേ, മുട്ട കലക്കി വെച്ചില്ലേ, അതൊഴിച്ച് കൊടുക്കണം അതിൻ്റെ മേലെ കൂടിയിട്ടോ. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവണം, സൈഡിലും നടുവിലും എല്ലായിടത്തും. ഒന്ന് ഞാൻ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആവണ രീതിയിൽ നല്ലോണം ഒന്ന് ഇതാക്കണം. ഇനി അത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് ഒന്നും വേണ്ട. 5 മിനിറ്റ് ഞാൻ വേവിച്ചതുകൊണ്ടുണ്ടായ സംഭവമാണ് ലാസ്റ്റ് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാനത് 2 മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ. ഇത് മറിച്ചിടാൻ നോക്കുമ്പോൾ മറിച്ചിടാൻ പറ്റണില്ല ഗൈസ്. അത് കരിഞ്ഞു പോയി ഗൈസ്, ഫ്ലോപ്പായി. അപ്പോൾ ഇത് കരിഞ്ഞ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് ഗൈസ്. പക്ഷേ ഞങ്ങൾ തിന്ന് നോക്കി ഗൈസ്, ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വേവിക്കുമ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം കേട്ടോ. ഞാൻ അത് കരിയെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കൂടി നമ്മൾ തക്കാളി സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ്, അതൊന്ന് ആക്കി കൊടുക്കണം. അത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കട്ടയായി ഈ തക്കാളി സോസ്. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് 4 പോറ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ആവണ രീതിയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതാകപ്പാട് അലങ്കോലായി ഗൈസ്. ഞാനിങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് ഉണ്ടാക്കാൻ. ഇതാകപ്പാടെ കരിഞ്ഞു പോയി. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.